നമസ്കാരം. മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഭാരതീയ വിചാര കേന്ദ്രം കോഴിക്കോട് ജില്ലാ വാർഷിക സമ്മേളനം പേരാമ്പ്രയിൽ സംഘടിപ്പിച്ചു. ഡോക്ടർ KG രാജൻ ഉദ്ഘാടനം ചെയ്തു. ഭാരതീയ വിചാര കേന്ദ്രം കോഴിക്കോട് ജില്ലാ വാർഷിക സമ്മേളനം പേരാമ്പ്രയിൽ സംഘടിപ്പിച്ചു. അഞ്ജലി MS പ്രാർത്ഥനയോടെ ചടങ്ങിന് തുടക്കമായി. ഡോക്ടർ രാജൻ ഉദ്ഘാടനം ചെയ്തു. നാലാം ക്ലാസ് പഠിക്കുക അച്ഛൻ പറഞ്ഞു നീ ഇവിടെ ഇരുന്നാൽ ശരി നീ പോരുന്ന അങ്ങനെ മദ്രാസ് കൊണ്ടുപോയിട്ട് മദ്രാസിൽ രാമകൃഷ്ണ മിഷൻ സ്കൂളിൽ അച്ഛൻ പഠിപ്പിച്ചു. അവിടെ നിന്ന് അത് കഴിഞ്ഞത് 11th കഴിഞ്ഞിട്ട് അവിടെ LA അതിന് മുമ്പ് തന്നെ ഒരു കോളേജ് ഉണ്ടായിരുന്നു. അപ്പൊ കോളേജ് അച്ഛൻ അത് ഹോട്ടലിൽ ഇരിക്കുമ്പോൾ വൈകുന്നേരം ഈ ക്യാഷ് കൗണ്ടറിൽ ഇരിക്കുകയാണ് അച്ഛൻ. അപ്പൊ അവരൊന്ന് പറഞ്ഞു നിങ്ങൾ എന്തിനാ ലോബി ഇവിടെ ഇരിക്കുന്നത്, നിങ്ങളുടെ കോളേജിൽ 2 വേക്കൻസി ഉണ്ട്, അവിടെ വന്നിട്ട് വന്നു LAയും ചെയ്യാൻ. അപ്പൊ ലൈസൻസ് ഇന്ത്യൻ മെഡിസിൻ അപ്പൊ അങ്ങനെ ഒരു കോഴ്സ് ഉണ്ടായിരുന്നു. അന്ന് അലോപ്പതി ആയുർവേദിക് 2 കൂടെ ആയിരുന്നു. അപ്പോൾ ആ കാലഘട്ടങ്ങളിൽ 45 45 അപ്പോൾ അങ്ങനെ അച്ഛൻ ആ കോളേജിൽ ചേർന്നു. അവിടെ 5 വർഷം കഴിഞ്ഞ് അച്ഛനോട് വന്ന് നാട്ടിൽ വന്ന് ഇവിടെ പ്രാക്ടീസ് തുടങ്ങിപ്പോരാണ് 1950s. അപ്പോൾ തുടങ്ങി വന്നെ ഫാദറിൻ്റെ ചിലപ്പോൾ അപ്പോൾ റിനൻസ് ആൻഡ് എൻജോയ് അതായിരുന്നു അത് പഠിപ്പിക്കുന്നത്. നമ്മുടെ വേദനകളൊക്കെ പഠിക്കുക നമുക്ക് മനസ്സിലാക്കുന്നതാണ്. നമ്മുടെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുക, എന്നാൽ മാത്രം നമ്മുടെ ജീവിതം ധന്യമാകും. അപ്പോൾ അച്ഛൻ ഈ ഒരു വാടക കെട്ടിടത്തിന് മുകളിൽ നിന്നിട്ട് പേരാമ്പ്ര ഒരു ബിൽഡിംഗ് ഉണ്ടാക്കി, പഴയ കോളനി. അതിൻ്റെ മുകളിൽ താമസിക്കാനും താഴെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചുണ്ടാക്കിയാണ്. അപ്പോൾ ഹൈക്കോടതിയിലെ കുറച്ച് ജഡ്ജിമാർ വന്ന് പറഞ്ഞു നമുക്ക് ഇവിടെ ഒരു കോടതിക്ക് സ്ഥലമില്ല, അപ്പോൾ ഡോക്ടർ സ്ഥലം തരികയാണെങ്കിൽ ഞാൻ വലിയ സന്തോഷമായിരുന്നു. അപ്പോൾ അച്ഛൻ അത് പറഞ്ഞാൽ നിങ്ങളെടുത്തോന്ന് വെച്ചാൽ അത് ബിൽഡിംഗ് കൊടുത്തു. വീണ്ടും വാടക കെട്ടിടത്തിൽ വന്ന് പ്രാക്ടീസ് ചെയ്യുന്ന മനുഷ്യനാണ്. അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് അച്ഛൻ സ്ഥലം വാങ്ങി ഹോസ്പിറ്റൽ ഉണ്ടാക്കി, വീടുണ്ടാക്കി. അതിന് പുറകിൽ അന്ന് ആ കാലഘട്ടങ്ങളിൽ പൈസ ഉണ്ടാകുന്ന ഒരാളായിട്ട് അച്ഛൻ നല്ല പ്രാക്ടീസ് ആണ്. ഒരുപാട് ഡെലിവറി കേസിലാക്കി പല വീടുകളിലും അന്ന് പണ്ട് കാലങ്ങളിലൊക്കെ വീടുകളിൽ പോയി ഡെലിവറി എടുക്കണം. അങ്ങനെ പല സ്ഥലത്തും വീടുകളിലൊക്കെ പോയി ഡെലിവറി എടുക്കുകയും തിരിച്ച് അച്ഛന് കിട്ടുന്ന പൈസ തന്നെയോ 25-50 രൂപ. അന്ന് കൺസൾട്ടേഷൻ ഫീസ് 1 രൂപ 50 പൈസ അങ്ങനെയൊക്കെയാണ് കൺസൾട്ടേഷൻ ഫീസ്. അങ്ങനെയാണ് അച്ഛൻ ഈ 3 നിലയിലെ ബിൽഡിംഗ് ഒക്കെ ഉണ്ടാക്കി. പക്ഷെ ഞാൻ ജനിക്കുമ്പോൾ ഞാൻ കംപ്ലീറ്റ് ലക്ഷറിയിൽ ജനിച്ചൊരു മനുഷ്യനാണ്. ഞാൻ ഈ വേദനകളൊന്നും അനുഭവിച്ചില്ല. ഞാൻ 9ാം ക്ലാസ്സായപ്പോൾ ഞാൻ അച്ഛൻ ഇലക്ഷൻ മത്സരിച്ചു, MLA ആവുന്നു. ഞങ്ങൾ തിരുവനന്തപുരത്ത് വന്നു. അപ്പോൾ തിരുവനന്തപുരത്ത് സെൻറ് ജോസഫ് സ്കൂളിൽ പഠിക്കുന്നു, പിന്നെ മാർഗരറ്റ് സ്കൂളിൽ പഠിക്കുന്നു. അവിടുന്ന് അത് കഴിഞ്ഞു ഞാൻ KMC MBS ചേർന്നു. അത് കഴിഞ്ഞ് അവിടുന്ന് ദാവങ്കരയിൽ പോകുന്നു. അതിനിടയ്ക്ക് ഒരുപാട് പൊളിറ്റിക്കൽ ലീഡേഴ്സിനായിട്ട് കാണാനും പരിചയപ്പെടാനൊക്കെ അച്ഛൻ്റെ അവസരങ്ങൾ ഉണ്ടായിട്ടില്ലെന്നൊന്നും പറയുന്നില്ല. പത്മജൻ TK ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. R സഞ്ജയൻ മുഖ്യപ്രഭാഷണം നടത്തി. 7.5 പതിറ്റാണ്ടിലധികം കഴിഞ്ഞു. അതിനു മുമ്പ് ഏതാണ്ട് 1000 വർഷത്തോളം നമ്മുടെ രാജ്യവും നമ്മുടെ ജനതയും നമ്മുടെ സംസ്കാരവും പ്രതിരോധത്തിലായിരുന്നു. ഒന്നാം സഹസ്രാബ്ദത്തിൽ, ഇന്നിപ്പോൾ നമ്മൾ 3-ാം സഹസ്രാബ്ദത്തിലാണ്. 1-ാം സഹസ്രാബ്ദത്തിൽ ഭാരതം ലോകത്തിലെ ഏറ്റവും സമ്പന്ന രാഷ്ട്രമായി. ഈ നൂറ്റാണ്ടിൽ പുറത്തുവന്ന കനകദാസ് പേരാമ്പ്ര, ശശി എടവനാട്, രാമകൃഷ്ണൻ, സരയു എന്നിവരെ ആദരിച്ചു.
ടീം ഓറിയന്റേഷൻ എന്ന വിഷയത്തിൽ പത്മജൻ ടി.കെയും ഹോർമൂസ് കടലിടുക്കിലെ പ്രതിസന്ധി ഭാരതത്തിന്റെ ദൃഷ്ടിയിൽ എന്ന വിഷയത്തിൽ റിട്ടയേർഡ് നേവി ഓഫീസർ വത്സൻ മഠത്തിലും ക്ലാസ് എടുത്തു. ജില്ലാ സെക്രട്ടറി അനിരുദ്ധൻ എ വാർഷിക റിപ്പോർട്ടും ട്രഷറർ അഡ്വക്കേറ്റ് വി.ജി. മോഹൻകുമാർ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. രാമൻ കീഴന, ബാലഗോപാലൻ പി, വത്സരാജ് കെ, ഡോക്ടർ ചെറുവാച്ചേരി രാധാകൃഷ്ണൻ, ഉണ്ണികൃഷ്ണൻ പി, ഡോക്ടർ പി.സി. മധുരാജ്, മാധവൻ ബോധി എന്നിവർ സംസാരിച്ചു. അനിരുദ്ധൻ എ സ്വാഗതവും എം.എൻ. സുന്ദർരാജ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, മീഡിയ വിഷൻ, പേരാമ്പ്ര.